നമസ്കാരം. ഉൽപാദന രംഗത്തെ ചൈനയുടെ ആധിപത്യത്തെ മറികടക്കുകയാണ് ഇന്ത്യ. എല്ലാ മേഖലയിലും വൻ കുതിപ്പാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ ഐഫോൺ 60 ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ്. ആഗോളതലത്തിൽ ജനപ്രിയ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യ മുൻപന്തിയിലാണെന്നും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭം ശക്തി ആർജിക്കുകയാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോണുകൾ സെപ്റ്റംബർ 20 മുതൽ വിപണിയിലെത്തുമെന്നും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. ആപ്പിൾ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള നൂതന ഫീച്ചറുകളോടെയാണ് ഐഫോൺ 60 സീരീസ് പുറത്തിറങ്ങുന്നത്. കഴിഞ്ഞ 7 വർഷമായി ആപ്പിൾ ഇന്ത്യയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ്. ആപ്പിളിന്റെ ആകെ ഐഫോൺ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ പങ്ക് വരും വർഷത്തോടെ 25% ഉയരുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ ഇത് 14%. കേന്ദ്രത്തിന്റെ പ്രൊഡക്ഷൻ ലിങ്ക്സ് ഇൻസെന്റീവ് പദ്ധതി വഴി ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ വൻ കുതിപ്പാണ് രേഖപ്പെടുത്തുന്നത്. പ്രതിമാസം 1 ബില്യൺ കയറ്റുമതിയാണ് നടക്കുന്നത്. 2 ലക്ഷത്തിലേറെ പേരാണ് ഇന്ത്യയിൽ ആപ്പിളിനായി ജോലി ചെയ്യുന്നത്. നിരവധി തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ സാധ്യമാക്കിയത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഐഫോൺ കയറ്റുമതി 12.1 ബില്യണായി ഉയർന്നിരുന്നു. മുൻ വർഷം ഇത് 6.27 ബില്യൺ ആയിരുന്നു. ഈ സാമ്പത്തിക വർഷം ഇതുവരെ $23.5 പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതേസമയം മാരുതിയുടെ 1500 SUVകളാണ് ജപ്പാനിലേക്ക് കയറ്റി അയച്ചത്. ഏകദേശം 76 ലക്ഷം മൊബൈൽ ഫോണുകൾ US-ലേക്കും കയറ്റി അയച്ചു. $43,100 കോടി ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും ഇന്ത്യ 2023 കയറ്റി അയച്ചു. ഇതിനർത്ഥം ഇന്ത്യ ചൈനയ്ക്ക് പകരം വിദേശ രാജ്യങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന രാജ്യമായി മാറുകയാണ്. ഇതോടെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദി വലിയൊരു പ്രഖ്യാപനവും നടത്തിയിരുന്നു. ഇനി മെയ്ക്ക് ഇൻ ഇന്ത്യ അല്ല, മെയ്ഡ് ഇൻ ഇന്ത്യയാണ് നമ്മുടെ മുദ്രാവാക്യമെന്നാണ് മോദി പ്രഖ്യാപിച്ചത്. അതായത് ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നം എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന സന്ദർഭം അടുത്തു കഴിഞ്ഞു എന്നാണ് മോദി സൂചിപ്പിച്ചത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും പലിശ നിരക്കിൽ ആഗോളതലത്തിൽ തന്നെ വർധന ഉണ്ടാവുകയും ചെയ്തിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കുന്നു എന്നത് നിസ്സാര നേട്ടമല്ല. എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, ഇംഗ്ലീഷ് മരുന്നുകൾ എന്നീ മേഖലകളിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് വൻതോതിൽ വർദ്ധിക്കുകയാണ്. ഉൽപ്പന്നങ്ങൾ വൻതോതിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഇന്ത്യയിൽ വൻതോതിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നതാണ് തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള മാർഗമെന്നാണ് മോദി സർക്കാരിന്റെ വിലയിരുത്തൽ. ഇതിന്റെ ഭാഗമായാണ് ഉൽപാദന രംഗത്ത് മുന്നേറ്റമുണ്ടാക്കാൻ ആഗോള കമ്പനികളെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. ആപ്പിൾ, ഐഫോൺ ഉൾപ്പെടെ ഒട്ടേറെ കമ്പനികൾ ഇന്ത്യയിലേക്ക് എത്തി. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ വലിയ കുതിപ്പായിരുന്നു. ഇപ്പോൾ ഉൽപാദന രംഗത്ത് തനതായ അടയാളമിട്ട് കുതിക്കുകയാണ് ഇന്ത്യ. ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ എന്നീ ഉൽപാദന മേഖലകളിലും ഇന്ത്യ വലിയ ചുവടുവയ്പ്പുകൾ നടത്തുകയാണ്. ഇതോടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന ആരംഭകാലത്തെ മുദ്രാവാക്യം മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാക്കി മാറ്റേണ്ട അവസരം കൈവന്നിരിക്കുന്നു എന്നാണ് മോദി പ്രഖ്യാപിച്ചത്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.